ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു BiteNBetter. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഈസി ആയിട്ട് എങ്ങനെ എഴുതാമെന്നാണ് പഠിച്ചത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പല തരത്തിലുള്ള സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നീ എവിടെയായിരുന്നു? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്തൊരു ഭംഗിയുള്ള നായ്ക്കുട്ടി. ഇനി നീ ഇങ്ങോട്ട് വരരുത്. ഇപ്പോൾ പറഞ്ഞ 4 സെൻറ്റൻസും 4 വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് പൊതുവെ ഇംഗ്ലീഷിലെ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളാണ് ഉള്ളത്. സാധാരണ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ്. അതായത് പ്രസ്താവന, പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുന്ന സെൻറ്റൻസുകൾ. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. മൈ നെയിം ഈസ് രാധിക. എൻ്റെ പേര് രാധിക എന്നാണ്. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. മൈ സിസ്റ്റർ ഇസ് എ നഴ്സ്. എൻ്റെ സിസ്റ്റർ ഒരു നഴ്സാണ്. ഷീ ലൈക്സ് കോഫി. അവൾക്ക് കോഫിയാണ് ഇഷ്ടം. ഇതെല്ലാം തന്നെ എന്താണ്? ഒരു ബേസിക് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണ്. ഒരു പ്രസ്താവന രീതിയിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? വെൻ ഹി വിൽ റീച്ച് ദ സ്റ്റേഡിയം? അവൻ എപ്പോഴാണ് ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുക? ഹൗസ് യുവർ ഡേ? നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? മേ ഐ കം വിത്ത് യു? ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ? ഇതെല്ലാം തന്നെ എന്താണ്? ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളെല്ലാം തന്നെ എന്താണ്? സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇത്തരം ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളെ നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ മനസ്സിലാക്കാം? വളരെ ഈസിയാണ്. ആ സെൻറ്റൻസുകളുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മളൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഒരു റിക്വസ്റ്റിൻ്റെ രൂപത്തിലോ കമാൻഡിൻ്റെ രൂപത്തിലോ ഓർഡറിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. അതായത് ഓർഡറിൻ്റെ രൂപത്തിലോ കമാൻഡിൻ്റെ രൂപത്തിലോ റിക്വസ്റ്റിൻ്റെ രൂപത്തിലോ മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് പറയുന്ന സെൻറ്റൻസുകളെ ഇംപെറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. ഡോണ്ട് എവർ ടച്ച് മൈ ഫോൺ. എൻ്റെ ഫോൺ ഒരിക്കലും തൊടരുത്. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ദയവായി ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരൂ. കൈൻഡ്ലി ബ്രിങ് ദ ബുക്ക് ടു മീ. ദയവായിട്ട് ആ ബുക്ക് ഒന്ന് എൻ്റെ അടുത്ത് കൊണ്ടുതരൂ. ഇതെല്ലാം തന്നെ എന്താണ്? ഒരു തരത്തിൽ കമാൻഡായിട്ടോ റിക്വസ്റ്റായിട്ടോ ഒക്കെ നമ്മൾ മറ്റൊരാളോട് പറയുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളാണ്. നമ്മുടെ സ്ട്രോങ് ഫീലിങ്സ് കാണിക്കുന്ന സെൻറ്റൻസുകളാണ് എന്ത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. അത് വളരെ ഷോർട്ടായിരിക്കും, ചെറിയ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളായിരിക്കും. അത് ചിലപ്പോൾ വല്ലാത്ത അത്ഭുതമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. ഇത്തരം സ്ട്രോങ് ഫീലിങ്സ് കാണിക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. ഈ സെൻറ്റൻസുകളുടെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. വാട്ട് എ ക്യൂട്ട് പപ്പി. എന്ത് ഭംഗിയുള്ള നായ്ക്കുട്ടിയാണ്. യു ഡിഡ് എ റിയലി ഗുഡ് ജോബ്. നിങ്ങൾ വളരെ നല്ല ഒരു ജോലിയാണ് ചെയ്തത്. ഹൗ സാഡ് ഈസ് ദിസ്. ഇത് എത്ര സങ്കടകരമായ കാര്യമാണ്. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വല്ലാതെ വെറുക്കുന്നു. ഇതെല്ലാം തന്നെ പലതരത്തിൽ നമ്മൾ കാണിക്കുന്ന സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഇതെല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 തരത്തിലുള്ള സെൻറ്റൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഡിക്ലറേറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, ഇംപെറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.